ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നാരായണീയത്തിലെ 32-ാം ദശകം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. പുരാഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വതിൽസ കില മത്സ്യരൂപം. മത്സ്യാവതാരത്തെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത ദശകങ്ങളിലൊക്കെ പറയുന്നത്. ഇപ്പോൾ നാരായണീയത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അതായത് വാതരോഗ ശമനത്തിനായി ഗുരുവായൂരപ്പനെ ആശ്രയിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭാഗവത കഥയെ ആസ്പദമാക്കി താനൊരു കൃതി രചിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ തൻ്റെ ഒരു ഭൃത്യൻ മുഖേന അറിയിച്ചു അത്രേ. അദ്ദേഹം മീൻ തൊട്ട് കൂട്ടാൻ പറയണം എന്ന് ഭൃത്യനോട് പറഞ്ഞു. മഹാബ്രാഹ്മണനായ ഭട്ടതിരിപ്പാട് മീൻ തൊട്ട് കൂട്ടണമെന്ന് ഉപദേശിച്ച മര്യാദകേട് മദ്യപാനം കൊണ്ടുണ്ടായതാണെന്ന് ആ ഭൃത്യൻ ധരിച്ചു എന്ന് പറയപ്പെടുന്നു. ഇതാണ് കഥ. മത്സ്യാവതാരം തൊട്ടുള്ള 10 അവതാരങ്ങളും കൃതിയിൽ ഉൾപ്പെടുത്തണം എന്ന എഴുത്തച്ഛൻ്റെ നിർദ്ദേശം പക്ഷേ ഭട്ടതിരിപ്പാട് മനസ്സിലാക്കി. അങ്ങനെ നാരായണീയം അദ്ദേഹം രചിച്ചു. ക്രമത്തിലല്ലെങ്കിലും ഭട്ടതിരി പ്രധാനപ്പെട്ട എല്ലാ അവതാരങ്ങളും നാരായണീയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മത്സ്യാവതാരത്തെക്കുറിച്ചാണ്. 6ാമത്തെ മനുവാണ് ചാക്ഷുഷൻ. അദ്ദേഹം അധിപതിയായുള്ള മന്വന്തരത്തെ ചാക്ഷുഷ മന്വന്തരം എന്ന് പറയുന്നു. ആ മന്വന്തരത്തിൻ്റെ ഒടുവിലുണ്ടായ അവതാര പ്രളയത്തിൽ ബ്രഹ്മദേവൻ ഉറങ്ങിപ്പോയി. ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ അപഹരിച്ചു. വേദങ്ങൾ ഭൂമിയിൽ നിന്നും മറഞ്ഞപ്പോൾ വേദാധ്യയനവും വൈദിക കർമ്മങ്ങളും ഇല്ലാതെയായി. ഈ ഘട്ടത്തിൽ വേദങ്ങളെ വീണ്ടെടുക്കാനായി ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചു. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡ കൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വതിൽസ കില മത്സ്യരൂപം. മുപ്പത്തിരണ്ടാം ദശകത്തിലെ 2ാമത്തെ ശ്ലോകം. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനിം കരാഞ്ജലോ സജ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യത കശ്ചന ബാലമീനഃ. നദീജലത്തിൽ തർപ്പണം ചെയ്യുന്ന ദ്രാവിഡ നാട്ടിൻ്റെ രാജാവായ സത്യവ്രതൻ്റെ കൈക്കുടന്നയിൽ നിന്തിരുവടി അപ്പോൾ ജ്വലിക്കുന്ന ആകൃതിയോടുകൂടിയ ഒരു ചെറുമീനായി കാണപ്പെട്ടു. ദ്രാവിഡ രാജാവായ സത്യവ്രതൻ അദ്ദേഹം വളരെ ഭഗവാന്റെ ഭക്തനുമാണ്. ഒരു ദിവസം നദീജലത്തിൽ തർപ്പണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈക്കുടന്നയിലെ ജലത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു ചെറു മീൻ കിട്ടി. അത്
ഭഗവാന്റെ മത്സ്യാവതാരം ആണെന്ന് നമുക്ക് പറയാം. സത്യവ്രതസ്യ ദ്രമിളാധിവർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലോ സജ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യത കശ്ചന ബാലമീനഃ. 32-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോപി കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോത്വം. അപ്പോൾ തർപ്പണം ചെയ്യാനെടുത്ത കൈക്കുടന്നയിലുള്ള ജലത്തിൽ ഒരു മീൻകുഞ്ഞിനെ കണ്ടപ്പോൾ സത്യവ്രതൻ ആ ജലത്തോടൊപ്പം തന്നെ ആ മീൻകുഞ്ഞിനെ നദിയിലേക്ക് ഇട്ടു. പക്ഷെ ആ മത്സ്യം ഭയന്നതുപോലെ സത്യവ്രതനെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു. മറ്റ് ജലജീവികളെ കണ്ടിട്ട് ഭയന്നതാവാം ഈ മീൻകുഞ്ഞ് എന്ന് കരുതി തപസ്യായ ആ രാജശ്രീ മീനിനെ തൻ്റെ ജലപാത്രത്തിൽ, ഒരു ജലപാത്രം കൊണ്ടാണല്ലോ പോവുക, പാത്രത്തിലാക്കി സ്വഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു, തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അയ്യോ ഭഗവാനെ, മീൻ ക്ഷണം പ്രതിന്നോണം വലുതാകാൻ തുടങ്ങി. ചെറിയ കമണ്ടൽ പോലെയുള്ള പാത്രത്തിൽ കൊണ്ടുവന്ന മീൻ അത് നിറഞ്ഞു, അതിലൊതുങ്ങാതായി. അപ്പം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ കിണറ്റിലിട്ടു. കിണറ്റിലിട്ടപ്പോഴോ അവിടെയും വലുതായി വന്നു ആ മീന്. കിണറ്റിലും കൊള്ളാണ്ടായി. അപ്പോൾ അടുത്തുള്ള ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ടു. അവിടെയും കുളം നിറച്ച് മീനായി. എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ വലിപ്പം കുളത്തോളമായി, കുളത്തിനേക്കാൾ വലുതായി. അപ്പോൾ അതിനേക്കാൾ വലിയൊരു തടാകത്തിലേക്ക് മീനിനെ മാറ്റി. ഇവയിലൊന്നും ഒതുങ്ങാത്ത വിധം ശരീരം വളർന്ന് വ്യാപിച്ചു. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോപി കലശീം ച കൂപം പാപീം സരശ്ച നശിഷേ വിഭോത്വം. മുപ്പത്തിരണ്ടാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുരാ കൽപ്പതിദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസീഹി. തടാകവും കഴിഞ്ഞ്, അതായത് തടാകം നിറഞ്ഞു കവിഞ്ഞ് വളർന്ന ഭഗവാന്റെ രൂപത്തിലുള്ള മീനിൻ്റെ രൂപത്തിലുള്ള ഭഗവാനെ സത്യവ്രതൻ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സമുദ്രത്തിലേക്ക് നയിച്ചു. ഈ അത്ഭുത മത്സ്യത്തെ, ഇത്രയും ഭീമാകാരനായ മത്സ്യത്തെ എങ്ങനെയാണ് സത്യവ്രതൻ സമുദ്രത്തിൽ എത്തിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്. എന്താ? സത്യവ്രതൻ്റെ യോഗപ്രഭാവം കൊണ്ടാണ് അത് സാധ്യമായത്. ഇദ്ദേഹം വളരെ യോഗിയായൊരു രാജാവാണ്. മത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചോദന പ്രകാരമാണ് സമുദ്രത്തിലേക്ക് ഈ മത്സ്യത്തെ കൊണ്ടുപോയത്. അപ്പോൾ ഭഗവാനോട് ഇനി വരാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ചും, കൽപ്പാന്ത കാലമാണ്, അതായത് പ്രളയം വരാനുള്ള സമയം അടുത്തിരിക്കുന്നു, ആ പ്രളയത്തെ കുറിച്ചും
പ്രളയം കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും സത്യവ്രതൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു? ഒരു കാര്യം ചെയ്യുക, ഒരു 7 ദിവസം കൂടി കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ സമുദ്രത്തിൽ മറഞ്ഞു. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേദി ബദന്നയാസി. 32-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. പ്രാപ്തേ ത്വദുക്തേ ഖനി വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിഃ സാർദ്ധമപാര വാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം. 7 ദിവസം കാത്തിരിക്കാനാണ് സത്യവ്രതനെ ഭഗവാൻ ഉപദേശിച്ചത് അല്ലേ? അപ്പോൾ പ്രളയം കാണാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്ന് ഭഗവാൻ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെ 7-ാം നാളെത്തി. പ്രളയത്തെക്കുറിച്ച് നമുക്കൊന്നും പറഞ്ഞു തരാനില്ല അല്ലേ? നമ്മൾ കേരളീയയിൽ കുറേയധികം ഇപ്പോൾ പ്രളയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സത്യവ്രതനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഈ പ്രളയ ജലവും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ വരികയാണ്. പ്രളയമേഘങ്ങൾ ലോകത്തെ ആകെ ആവരണം ചെയ്തു. നിരന്തരമായ ജലധാരയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെയ്യുമ്പോഴാണല്ലോ ഭൂമി മുങ്ങിപ്പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന കുറച്ച് ഭാഗമല്ല, ഭൂമി മൊത്തം മുങ്ങി. ഈ ഘട്ടത്തിൽ രാജർഷിയായ സത്യവ്രതനും അദ്ദേഹത്തോടൊപ്പം വേറെ ആരുണ്ട്? സപ്തർഷികളുണ്ട്. ഈ സപ്തർഷികൾക്ക് മരണമില്ല അല്ലേ? അവരും സത്യവ്രതനും പ്രളയ ജലത്തിൽ എങ്ങനെ ചുറ്റിത്തിരിയുന്നവരായി, ഈ ജലത്തിൽ ഇങ്ങനെ തിരിയാൻ തുടങ്ങിയവർ. അപ്പം എന്തായി? അവർ ഭഗവാനെ ശരണം പ്രാപിച്ചു. പ്രാപ്തേ ത്വദുക്തേ ഖനി വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിഃ സാർദ്ധമപാര വാരിണ്യുദ്ഘൂർണമാന ശരണം യയൗ ത്വാം. 32-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്. ധരാം ത്വദാദേശകരീമവാപ്തം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയ സ്ത്വദംബുധേരാവിരഭൂർമഹീയാൻ. പ്രളയജലമാണല്ലേ? അത് നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും. ഭാവനയിലല്ല, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഉണ്ടായതെല്ലാം അതിൽ ലയിച്ച് ചേരാനുള്ളതാണ്. പക്ഷേ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായ സപ്തർഷികളും നമ്മുടെ സത്യവ്രതനും സർവസംഹാരകമായ പ്രളയജലത്തെ അതിജീവിക്കുകയാണ്. അവരിങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഭൂമിദേവി ഒരു തോണിയായി രൂപം കൊണ്ടു അവരുടെ മുന്നിലെത്തി. സത്യവ്രതനും ഋഷിമാരും ആ തോണിയിൽ കയറി. ജലത്തിൻ്റെ ചലനത്തിനൊത്ത് തോണി ഉലഞ്ഞു തുടങ്ങിയപ്പോൾ വളരെ വലിപ്പമുള്ള ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ധരാം ത്വദാദേശകരീമവാപ്തം നൗരൂപിണീ ആരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു
ഭൂയ സ്ത്വദംബുധേരാവിരഭൂർമഹീയൻ ധരം ത്വദാദേശകരീമവാപ്തം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകം പ്രേഷു ച തേഷു ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയൻ. 32-ാം ദശകത്തിൻ്റെ 7-ാമത്തെ ശ്ലോകം. ശേഷാകൃതിം യോജനലക്ഷദീർഘം ദധാനമുച്ചൈസ്തര തേജസം ത്വം നിരീക്ഷ്യ തുഷ്ടാമുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ. ലക്ഷം യോജന നീളമുള്ളതും അതുപോലെ അതിന് ചേർന്ന വ്യാപ്തിയുള്ളതും അത്യധികം തേജസ്സുള്ളതുമായ മീനിൻ്റെ ആകൃതിയിൽ ഉള്ള ഭഗവാനാണ് അല്ലേ, വലിയൊരു മീൻ. അങ്ങനെയുള്ള ഭഗവാനെ കണ്ടിട്ട് മുനിമാർ സന്തുഷ്ടരായി. ഞങ്ങളുടെ അപകടത്തിനൊരു തുണയായിട്ട് അല്ലെങ്കിൽ തങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ എത്തി എന്നവർക്ക് മനസ്സിലായി. ഈ മഹർഷിമാരൊക്കെ ഏതിലുള്ളത്? തോണിയിലാണ് അല്ലേ. തോണി എന്ന് പറഞ്ഞാൽ ഭൂമി തോണിയുടെ ആകൃതിയിൽ വന്നിരിക്കുകയാണ്, അതിൽ കയറിയിരിക്കുക അവർ. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്തു? ഈ തോണിയെ മത്സ്യത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ ബന്ധിച്ചു. മത്സ്യം വലിയ മത്സ്യമാണ്. അതിൻ്റെ കൊമ്പിൽ ഈ ഭൂമിയാകുന്ന തോണിയെ ബന്ധിച്ചു. ഈ തോണിയിൽ സപ്തർഷികളും നമ്മുടെ സത്യവ്രതനും ഇരിപ്പുണ്ട്. ശേഷാകൃതിം യോജന ലക്ഷദീർഘം ദധാനമുച്ചൈസ്തര തേജസം ത്വം നിരീക്ഷ്യ തുഷ്ടാമുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ. 32-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരീ. ഇതാണ് മത്സ്യരൂപിയായ ഭഗവാൻ തൻ്റെ കൊമ്പിൽ ബന്ധിക്കപ്പെട്ട തോണിയെ വലിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചുറ്റിത്തിരിഞ്ഞു. വള്ളത്തിൽ ഭൂമിയാകുന്ന വള്ളം ആണ് ഭഗവാനാകുന്ന മീനിൻ്റെ വലിയ കൊമ്പിൽ കെട്ടിയിരിക്കുന്നത്. മീന് നടക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ ഇങ്ങനെ സമുദ്രത്തിൽ കൂടി അല്ലെങ്കിൽ പ്രളയജലത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഭൂമിയും ഒപ്പം പോകും. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ തോണിയെ വലിച്ചുകൊണ്ട് ഭഗവാൻ ചുറ്റിത്തിരിഞ്ഞു. വള്ളത്തിലുള്ള മുനിമാർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാട്ടിക്കൊടുത്തു. എല്ലാം കണ്ട് സന്തുഷ്ടനായ സത്യവ്രതൻ ഭഗവാനെ സ്തുതിച്ചു. സ്തുതി കേട്ട് തെളിഞ്ഞ ഭഗവാൻ സത്യവ്രതന് പരമമായ ജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് വീണ്ടും ഈ തോണിയെ വലിച്ചുകൊണ്ട് സഞ്ചരിച്ചു. സത്യവ്രതന് പ്രളയവും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭഗവാൻ കാണിച്ചു കൊടുത്തു. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശൻ നചാരീ. മുപ്പത്തിരണ്ടാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്.
കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം അനുമാദാന ക്രോധാദയഗ്രീവം അവിദ്രുതോ ഭൂഃ. ആരും കണ്ടിട്ടില്ലാത്ത ഈ പ്രളയകാല ദൃശ്യങ്ങൾ സത്യവ്രതനും മുനിമാർക്കും കാട്ടിക്കൊടുത്ത് അവർക്ക് പരമജ്ഞാനം ഉപദേശിച്ചു കൊടുത്തുകൊണ്ടും ഈ തോണിയും വലിച്ചുകൊണ്ട് പ്രളയജലത്തിൽ കളിച്ച മീനിൻ്റെ രൂപത്തിലുള്ള ഭഗവാൻ പ്രളയകാലം അവസാനിച്ചപ്പോൾ മഹർഷിമാരെ അവരുടെ സ്ഥാനങ്ങളിലേക്ക് അയച്ചു. സത്യവ്രതൻ എന്ത് ചെയ്തു? വൈവസ്വതൻ എന്നു പേരുള്ള മനുവായി അവരോധിച്ചു. അതിനുശേഷം ഹയഗ്രീവനെ നശിപ്പിക്കാനായി വേദങ്ങളെ അപഹരിച്ച ഭഗവാൻ ഹയഗ്രീവന്റെ നേർക്ക് ചെന്നു. കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപന്തം വൈവസ്വതാഖ്യം അനുമാദദാന ക്രോധാത് ഹയഗ്രീവമവിദ്രുതോ. 32-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം. സ്വതുംഗ ശൃംഗക്ഷതവക്ഷസംതം നിവാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ജയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായാഃ. വേദങ്ങൾ അപഹരിച്ച ഹയഗ്രീവനെ വധിക്കാനാണ് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചത്. തൻ്റെ ഉന്നതമായ കൊമ്പുകൊണ്ട് കുത്തി ഹയഗ്രീവന്റെ മാറ് പിളർന്ന് അവനെ ഭഗവാൻ സംഹരിച്ചു. അയാൾ ബ്രഹ്മാവിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ വേദങ്ങൾ ബ്രഹ്മാവിന് തിരികെ നൽകി. ഇങ്ങനെ ബ്രഹ്മാവിന് പ്രീതി നൽകിയ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. സ്വത്തുംഗ ശൃംഗക്ഷതവക്ഷസംതം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ജയേ പ്രീതഹൃദേ ദദാന പ്രപഞ്ചനാകാരപദേ പ്രഭായാഃ. അങ്ങനെ മത്സ്യാവതാരം സമാപിച്ചു.